പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അടൂരുകാർക്ക് ഒരു സന്തോഷ വാർത്ത. അടൂർ കച്ചേരി ചന്തയ്ക്ക് സമീപമായി ബോച്ചേരി തുടങ്ങിയിരിക്കുകയാണ്. ഈ ബോച്ചേരി തുടങ്ങുന്നതോടൊപ്പം തന്നെ നിരവധിയായ വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ചേട്ടനോട് കാര്യങ്ങൾ നമുക്ക് തിരക്കി അറിയാവുന്നതാണ്. ഇതുപോലെ ഇനാഗുറേഷൻ ചെയ്തപ്പം തിങ്കളാഴ്ചയായിരുന്നു ഇനാഗുറേഷൻ ചെയ്ത്. അന്ന് ഒരു വ്യക്തി വന്നിട്ട് CA2-ൻ്റെ മെമ്പറാണ്, ഞങ്ങളിവിടെ ടിക്കറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ടിക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വിഷയം ഉണ്ടാക്കാനായിട്ട് വന്നതാണോ. അപ്പം ഞങ്ങളൊന്നും നേരിട്ട് തന്നെ വന്നു. ഒരു ഇച്ചിരി പ്രായമുള്ളൊരു പുള്ളിക്കാരനാണ്. അപ്പം നമ്മൾ ഇനാഗുറേഷനല്ലേ, നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല, നമ്മളത് ഇട്ടിട്ടുമില്ല, ടിക്കറ്റൊന്നും ഇട്ടിട്ടുമില്ല. നമ്മൾ ഈ ഫ്രാഞ്ചൈസി എടുത്തത് ഈ തേയില മാത്രം വിൽക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്ന സൈഡിൽ ചെയ്യണമെന്നുള്ളത്, പക്ഷേ യൂണിയൻകാർ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ വ്യാഴാഴ്ച ദിവസം ഞാൻ വൈകിട്ട്, അപ്പം ഞാനിപ്പോൾ 1 വർഷത്തോളം ലോട്ടറി ഏജൻസി നടത്തിയെങ്കിലും ടിക്കറ്റൊന്നും ഓഫീസിൽ നിന്ന് എടുക്കുന്നേ ഇല്ല നിലവിൽ. ഞാനത് പുതുക്കിയിട്ടുമില്ല. പക്ഷേ എങ്കിൽ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഒരു ബമ്പർ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് പപ്പയുടെ പറക്കോടൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ബമ്പർ കൊണ്ട് തൂക്കിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ബമ്പർ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു 10-15 ബമ്പറേ ഉള്ളായിരുന്നു. അതിവിടെ കൊണ്ടുവന്ന് തൂക്കി. അതാരോ ഫോട്ടോ എടുത്ത്, CA2-ൻ്റെ മെമ്പർ ആയിരിക്കണം, ആരോ ഫോട്ടോ എടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ച് അങ്ങനെയാണ് വിഷയം തുടങ്ങുന്നത്. അല്ലാതെ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് എനിക്കുള്ള അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. നിലവിൽ എനിക്ക് ലോട്ടറി ഓഫീസിൽ നിന്നും വിളിച്ചിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചിട്ടില്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞാനിങ്ങനെ ന്യൂസിനകത്ത് എൻ്റെ പേര് വെച്ച് ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ 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 സസ്പെൻഡ് ചെയ്തെന്നാണ് ഞാനിങ്ങനെ ന്യൂസിനകത്ത് കാണുന്നു. എന്നെ ഇതുവരെ ലോട്ടറി ഭാഗത്തുനിന്ന് ആരും വിളിച്ചിട്ടുമില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അതെ അതെ വാർത്ത വന്നപ്പോഴാണ് ഞാനും അറിയുന്നത്. എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്, വൈറലായെന്ന് പറഞ്ഞു. ബോച്ചയുടെ തിങ്കളാഴ്ച തുടങ്ങി. ഈ തിങ്കളാഴ്ചയാണ് തുടങ്ങി. 3 വർഷമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ലോട്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 40 രൂപ കൊടുത്തൊരു ലോട്ടറി മേടിച്ച് കഴിഞ്ഞാൽ ആ ലോട്ടറി പ്രൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു കയറി കളയത്തേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത വെച്ച് ഇതിനകത്തുള്ളൊരു കൂപ്പണുണ്ട്. അതിൽ പ്രൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീ ബാഗ്, അതായത് ചായപ്പൊടി നമുക്ക് കിട്ടും. നമുക്ക് ഒരുപാട് കട്ടനിട്ട് കുടിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ ഷോപ്പ് വരുന്നത്, ബോച്ചറ്റിയുടെ സ്റ്റോർ വരുന്നത് മാർക്കറ്റ് റോഡിലാണ്, അടൂർ. ഈ തിങ്കളാഴ്ചയായിരുന്നു ഇനാഗുറേഷൻ നടന്നത്. ഇന്നേക്കിപ്പം തുടങ്ങിയിട്ട് ഒരു 5 ദിവസം ആയതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീ ബാഗ് 100 ഗ്രാമാണ് വരുന്നത്. ഒരു ടീ ബാഗിന് 40 രൂപയാണ് വില വരുന്നത്. ഒരു ടീ ബാഗിനകത്തിലൊരു കൂപ്പണുണ്ട്. ആ കൂപ്പൺ QR കോഡ് സ്കാൻ ചെയ്ത് അതിൽ പേര്, ഫോൺ നമ്പർ, ഇതിനകത്തുള്ളൊരു കൂപ്പൺ കോഡുണ്ട്. ആ കൂപ്പൺ കോഡ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്വിസ് പോലെ ഒരു ചോദ്യം അവർ ചോദിക്കും. 1+1 2+3 അങ്ങനെ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർ ഏത് നമ്പറാണെന്നോ അതിൽ രജിസ്റ്റർ ചെയ്ത് ആ നമ്പറിലേക്ക് ഒരു ടിക്കറ്റ് നമ്പർ വരും. ഒരു 12 ഡിജിറ്റ് വരുന്നൊരു നമ്പറാണ്. അത് ഒരു പേപ്പറിൽ പോലെ എഴുതിയെടുക്കുക. എന്നിട്ട് വീണ്ടും അത് എൻ്റർ ചെയ്യുക, സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു വലിയ QR കിട്ടും. അതായത് ഇന്നത്തെ ഡേറ്റ്, സമയം എല്ലാം കൂടെ വെച്ചൊരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ രാത്രിയിലുള്ള 10:30 നറുക്കെടുപ്പിൽ നമ്മൾ പങ്കാളിയായെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എല്ലാ ദിവസേന രാത്രി 10 ലക്ഷം രൂപയാണ് എല്ലാ ദിവസവും പ്രൈസ്, ഫസ്റ്റ് പ്രൈസ്. പിന്നെ 100, 1000, 5000, 10000, 25,000 എന്നിങ്ങനെ അനവധി പ്രൈസുകൾ. ഫസ്റ്റ് ബമ്പർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കോടിയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ ഒരുപാട് പ്രൈസ് ഉണ്ട്. ഇതിലൊന്നുമില്ലെങ്കിൽ പ്രൈസ് ഇല്ലെങ്കിലും ഒരു ചായെങ്കിലും ഇട്ട് കുടിക്കാനുള്ള ടീ ഉണ്ട് ഇതിനകത്തിലുണ്ട്. പോയി. ഇതാകുമ്പോൾ കട്ടൻ ചായ ഇട്ടെങ്കിലും കുടിക്കാം. ചേട്ടാ ഒരു 4 ടീ. അപ്പോൾ ഞാനും ഒരു 4 ടീ ബാഗ് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ കേരള ലോട്ടറി എടുക്കുമ്പോൾ നഷ്ടപ്പെട്ടാൽ ആ 40 രൂപ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷേ ബോച്ചേറ്റി മേടിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 40 രൂപ നഷ്ടപ്പെട്ടാലും അതിനോടൊപ്പം തന്നെ 10 കട്ടൻ ചായ കുടിക്കാനുള്ള വക നമുക്ക് കിട്ടും. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ബോച്ചേറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കച്ചേരിന് സമീപമായിട്ടുള്ള ഈ ഷിനോ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഷോപ്പിലേക്ക് കടന്നു വരിക. അപ്പോൾ ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.